ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2100. ഇന്ന് സെപ്റ്റംബർ മാസം 30-ാം തീയതി 273-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ആണ്ടിലെ 9-ാം മാസത്തിന്റെ അവസാന ദിനമാണ്. അധ്യാപകൻ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോഴാണ് താൻ പെൻസിൽ എടുത്തിട്ടില്ലെന്ന കാര്യം ആ കുട്ടി ഓർത്തത്. അവൻ തൊട്ടടുത്തിരുന്ന ആളോട് ചോദിച്ചെങ്കിലും അവൻ കൊടുത്തില്ല. നീ വീട്ടിൽ നിന്ന് മറക്കാതെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് അവൻ പറഞ്ഞ് മുഖം തിരിച്ചു. പെൻസിൽ കൊടുക്കാതിരുന്ന കുട്ടിയോട് അല്പം കഴിഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഇന്നലെ പഠിപ്പിച്ച ആ ചെറിയ പദ്യം ഒന്ന് ചൊല്ലിക്കേൽപ്പിച്ചു. അവനത് ഭംഗിയായിട്ട് ചൊല്ലിക്കേൽപ്പിച്ചു. ഒന്ന് എഴുതി കാണിച്ചു. അതും അവൻ ഭംഗിയായി നിർവഹിച്ചു. അവനോട് അധ്യാപകൻ പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. നീ പഠിക്കേണ്ടത് നീ പഠിച്ചു, ശരിയാണ്, ഇന്നലെ പഠിപ്പിച്ചത് നീ പഠിച്ചു. എന്നാൽ നീ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, കൂട്ടുകാരൻ പെൻസിൽ ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, കൂട്ടുകാരൻ പെൻസിൽ ചോദിച്ചാൽ കൊടുക്കുക എന്നത് തന്നെയാണ്. അതെ, മൂന്നാമത്തെ കാര്യവും കൂട്ടുകാരൻ പെൻസിൽ ചോദിച്ചാൽ കൊടുക്കുക എന്നതാണ്. അക്ഷരങ്ങളും അക്കങ്ങളും പകർത്താൻ അറിയുന്നത് മാത്രമല്ല കേട്ടോ പഠന പ്രക്രിയ, നേരാമണ്ണം പെരുമാറാൻ അറിയുന്നത് കൂടിയാണ്. അക്ഷരത്തെറ്റുകളെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് മനസ്സിന്റെ ചില വൈകല്യങ്ങളൊക്കെ തിരിച്ചറിയാനാണ്, അവയൊന്ന് പരിഹരിക്കാനാണ്. മനോഭാവ വൈകല്യങ്ങളൊക്കെ ഒന്ന് മാറണ്ടേ. എല്ലാം കൃത്യമായി ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇന്നലെ പഠിപ്പിച്ച ഗദ്യവും പദ്യവും എല്ലാം കൃത്യമായി അറിയുമോ എന്നതല്ല, അറിയുന്ന കാര്യങ്ങളിൽ പകുതിയെങ്കിലും ശരിയായ വിധത്തില് മനുഷ്യത്വപരമായി ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ലക്ഷ്യം വെക്കേണ്ടത്. ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് എഴുതി ഉറപ്പിക്കുന്ന ഒരു ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പഠിച്ചതൊക്കെ എന്തൊക്കെയായിരുന്നെന്നും ഉള്ളില് പെറുക്കി സൂക്ഷിച്ചതൊക്കെ എന്തൊക്കെ ആയിരുന്നെന്നും അവ ഏതെല്ലാം വിധത്തിലാണ് എന്നെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഓരോരുത്തർക്കുമൊക്കെ ഒന്ന് കണ്ടെത്താവുന്നതാണ്. എന്താണ് ശരിക്കും മനുഷ്യന്റെ അടിസ്ഥാന ലക്ഷ്യം? അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരിനും ഉപകാരമായി മാറണ്ടേ? അവനവൻ ആചരിക്കുന്നവ അവരിനും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു ചെറു ഉപകാരമായി മാറണ്ടേ? അങ്ങനെയാണ് അഭ്യസിച്ച വിദ്യ ശരിക്കും ഓരോരുത്തർക്കും ഗുണകരമായി മാറുന്നത്. അറിവ് അത് കുറെ കൂടി നമ്മളെ പരിപൂർണ മനുഷ്യനാക്കി മാറ്റുന്നുണ്ട്. ആ യാത്രയാവട്ടെ ദൈവസന്നിധിയിലേക്കുമാണ്. ആമേൻ.